നമസ്കാരം. 69ാം ഫിലിംഫെയർ പുരസ്കാരത്തിൽ മികച്ച നടനായിരിക്കുകയാണ് മമ്മൂട്ടി. എന്നാൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന നാടിനെ ഓർക്കുമ്പോൾ ഈ വേദിയിലും സന്തോഷിക്കാനാവുന്നില്ലെന്ന ഏറെ വൈകാരികമായ വാക്കുകളോടെയാണ് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണയും പ്രതീക്ഷിക്കുന്നുവെന്നും സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നുവെന്നും മമ്മൂട്ടി വേദിയിൽ പറഞ്ഞു. മമ്മൂട്ടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 2022 ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഫിലിംഫെയർ സൗത്ത് 2024 അദ്ദേഹം പുരസ്കാരം നേടിയത്. തെന്നിന്ത്യൻ താരം വിക്രമാണ് അവാർഡ് നൽകിയത്. ഇതോടെ 1980-കൾ മുതൽ 5 ദശാബ്ദങ്ങളിൽ തുടർച്ചയായി മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി. തമിഴിൽ വിക്രമും തെലുങ്കിൽ നാനിയും കന്നഡയിൽ രക്ഷിത് ഷെട്ടിയുമാണ് മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. മമ്മൂട്ടി കമ്പനിയാണ് നൻപകൽ നേരത്ത് മയക്കം നിർമ്മിച്ചത്. പുരസ്കാര നേട്ടത്തേക്കാൾ വേദിയിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. ചിത്രത്തിന്റെ സംവിധായകനും ക്രൂവിനും നന്ദി അറിയിച്ച മമ്മൂട്ടി ഇത് തന്റെ 15ാമത്തെ ഫിലിംഫെയർ അവാർഡാണെന്നും എന്നാൽ ഈ അവാർഡ് നേട്ടം തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞു. വയനാടിന്റെ വേദനയാണ് മനസ്സിലെന്നും ജീവനും ഉപജീവനും നഷ്ടപ്പെട്ടവർക്കൊപ്പമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. വയനാടിനെ എല്ലാവരും സഹായിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ചേർന്ന് 35 ലക്ഷം രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ ഭരണകൂടം കൊച്ചി കടവന്ത്രയിൽ ശേഖരിച്ച അവശ്യ വസ്തുക്കൾ വയനാട്ടിലേക്ക് അയക്കുന്നതിന് നേതൃത്വം നൽകാൻ മന്ത്രി പി രാജീവിനൊപ്പം മമ്മൂട്ടിയും എത്തിയിരുന്നു. ആദ്യഘട്ടമായാണ് ഈ തുകയെന്നും കൂടുതൽ സഹായങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം മന്ത്രിയെ അറിയിച്ചിരുന്നു. അതേസമയം 7ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. വിവിധ ഫോഴ്സുകളിലുള്ളവരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ 1200-ലധികം ആളുകളാണ് ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കുക. സന്നദ്ധ പ്രവർത്തകർക്ക് കയറും മറ്റ് കൂടുതൽ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. മണ്ണിനടിയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുന്നത്. വിവിധ പോയിന്റുകൾ തിരിച്ചാണ് ഇന്നും തിരച്ചിൽ തുടരുന്നത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കൃത്യമായി രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരാണ് ഇന്ന് തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. അപകട സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്ത് സന്നദ്ധ പ്രവർത്തകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് തിരച്ചിലിനായി സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടുന്നത്.